ശരിക്കും മനുഷ്യൻ ഇന്നിപ്പോൾ ഈ നോൺ വെജ് വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും മനുഷ്യൻ വെജിറ്റേറിയനാണോ നോൺ വെജിറ്റേറിയനാണോ? വെജിറ്റേറിയനൊന്നും അല്ല, ഇച്ചിരി കൂടുതലാണ്, ഫ്രൂട്ടേറിയനാണ്. നീ എന്തോ കഴിക്കണം? ഫ്രൂട്ട്സ് കഴിച്ച് ജീവിക്കണം. പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ. വൃക്ഷത്തിൻ്റെ എന്ത് കഴിക്കണം? ഫലം കഴിക്കണം. മനുഷ്യന് ദൈവം കൊടുത്തേക്കുന്ന ഏറ്റവും വലിയ, പക്ഷേ എന്തോ ചെയ്യാൻ നമ്മളിത് തിന്നുന്നില്ലെന്ന്. ഫ്രൂട്ട്സ് മനുഷ്യന് വേണ്ടാത്തതുകൊണ്ടാണ് ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒക്കെ വന്ന്. അവർക്ക് ചക്കക്കൊമ്പൻ എന്ത് മതി? ചക്ക മതി. അരിക്കൊമ്പൻ എനിക്കൊന്നും ഡയബറ്റിക് ഇല്ല, അതുകൊണ്ടാണ് അവന് ഭയങ്കര ഈ കുറച്ച് കഴിയുമ്പോൾ അരിക്കൊമ്പൻ എന്തോ വരുമായിരിക്കും, ഈ അരിയെല്ലാം കൂടെ തിന്ന് സ്റ്റാർച്ചൊക്കെ പിടിച്ച് ചിലപ്പോൾ ഡയബറ്റിക് ഉണ്ടാകാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ. എനിവേ, മനുഷ്യൻ ഫ്രൂട്ടേറിയനാണ്. ഫലങ്ങൾ തിന്നണം. മനുഷ്യന് ദൈവം ഈ നോൺ വെജ് ഒത്തിരി കഴിക്കാതിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം ഈ നോൺ വെജ് കഴിക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെ രാത്രിയിലാണ് നടക്കുക, ഇര തേടി നടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിൻ്റെ അർത്ഥം എന്തും കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കുറച്ചുകൂടെ ഹെൽത്ത്. ഇപ്പോൾ 3-ാം അധ്യായത്തിൽ ദൈവം അവരെ തോട്ടത്തിൽ നടുക്കാക്കിയിട്ട് പറഞ്ഞു എല്ലാം കഴിക്കാം, പക്ഷെ ഒന്ന് മാത്രം കഴിക്കരുത്, നടുക്ക് ഇരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട്. ഏത് വൃക്ഷഫലം അത്? ട്രീ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം. ഇതെന്തുകൊണ്ടാണെന്ന് എൻ്റെ ഒരു വ്യാഖ്യാനം, ഈ നന്മയും തിന്മയും നിശ്ചയിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലാണോ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ? ദൈവത്തിൻ്റെ കണ്ണിൽ കൂടെ വേണോ കാണാൻ, നമ്മുടെ കണ്ണിൽ കൂടെ വേണോ? ഇന്നത്തെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമുണ്ട്. ഒരു ജനറേഷൻ്റെ ഒരു ചോദ്യമാണ്, എന്ത് ഉപദേശം കൊടുത്താലും ചോദിക്കും എന്നത്തെ എന്താ തെറ്റ്? എന്നോട് പ്രീമാരിറ്റൽ സെക്സിനെ പറ്റിയോ കൊഹാബിറ്റേഷനെ കുറിച്ചോ, ഇപ്പോൾ ഈ LGBT അവരങ്ങനെ ലൈക്ക് ദാറ്റ്, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്, അവർ ലെറ്റ് ദം ലീവ് ലൈക്ക് ദാറ്റ്. നിങ്ങളെന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? അപ്പോൾ ഇവർക്ക് ശരി തെറ്റുകളെക്കുറിച്ചുള്ള ബോധമില്ല. അവനവൻ്റെ സ്വാതന്ത്ര്യത്തിലാണ് മനുഷ്യൻ നന്മയും തിന്മയും നിശ്ചയിക്കുക. ദൈവം പറഞ്ഞു അവത്തെ തൊടണ്ട, നീ എൻ്റെ സ്വാതന്ത്ര്യത്തിലും എൻ്റെ സ്റ്റാൻഡേർഡ് ജീവിക്കണം, നിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് എന്നെ കൊണ്ടുവരരുത്. നന്മയും തിന്മയും നിശ്ചയിക്കേണ്ടത് ആരുടെ സ്റ്റാൻഡേർഡില്ല? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡില്ല. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് വിട്ടാൽ ഇപ്പം ഈ എല്ലാ പേരൻസും ഒരു പരിധി വരെയൊക്കെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമുണ്ട്. എങ്ങനെ മുടി വളർത്തണം, ഇതൊക്കെ നമ്മൾ പറയുന്നവരല്ലെങ്കിലും ഒരു പ്രശ്നമാണ്. ശരിക്കും നമ്മുടെ ഒരു കൾച്ചറുണ്ട്, ബൈബിൾ ട്രഡീഷൻ ഉണ്ടല്ലോ, ഒരു എല്ലാവർക്കും സ്ട്രഗിളൊക്കെയാണ്. അപ്പോൾ ഒരു ഉദ്ദേശം എന്തോ പറഞ്ഞപ്പം ഇവനിങ്ങനെ വല്ലാതെ ഊശാന്തടിയൊക്കെ വളർത്തിക്കൊണ്ടൊക്കെ വന്നു. ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നക്കണം. അപ്പോൾ ഉദ്ദേശം എന്തോ പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, മീശ വെക്കരുത് വേദവസത്തിലുണ്ടോ? അപ്പോൾ ഉദ്ദേശം പറഞ്ഞു, മോനെ വേദവസത്തിൽ മീശ എന്നല്ല, ആവശ്യമില്ലാത്ത ഒരു കാര്യം ഇതിനകത്ത് കൊണ്ട് വെക്കരുത്. അവൻ്റെ ചോദ്യം എന്താ? വേദവസത്തിൽ മീശ വെക്കരുന്നുണ്ടോ? മോനെ ഇതിനകത്ത് വേറെ ഒരു കാര്യം എന്ത് ചെയ്യരുത്, വെക്കരുത്. അതൊക്കെ വെക്കാനാണോ ഇത്? അല്ല. അതുകൊണ്ട് നീ ഇതിനകത്ത് മീശ ഒരിക്കലും എന്ത് ചെയ്യരുത്. അല്ല, ഇങ്ങനെ പറയുന്നവനോട് എന്തോ പറയണ്ടേ? എനിവേ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട്സ് റോങ് ഇൻ ഇറ്റ്. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ എന്ത് ചെയ്താലും ആരുടെ സ്റ്റാൻഡേർഡ് ചെയ്യണം? ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് അല്ല ഞാൻ പറയുക. ഞാനങ്ങനെ നിങ്ങൾ അതെടുക്കണം, ഇതെടുക്കണം, ഇങ്ങനെ മുടി വെട്ടണം, അങ്ങനെ മുടി വെട്ടണം, ഇതൊന്നും പറയാൻ ഞാൻ നിൽക്കുകയല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എന്ത് ചെയ്താലും നമ്മുടെ മനസ്സാക്ഷിയിൽ ഒറ്റ കാര്യം ചോദിക്കുക, ദൈവത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഇതെന്ത് ചെയ്യുന്നുണ്ടോ, നിരക്കുന്നുണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചാൽ ഉത്തരം കിട്ടും. സീരിയസ് ആണെങ്കിൽ ഉത്തരം കിട്ടും. അപ്പോൾ നന്മകളെക്കുറിച്ചല്ല അതിൻ്റെ വിഷയത്തിൽ നിങ്ങൾ തൊടണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ജീവിക്കരുത്, എൻ്റെ സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്യണം? ജീവിക്കണം. അപ്പോഴാണ് സാത്താൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനല്ല, നിങ്ങളിത് കഴിച്ചാൽ കണ്ണു തുറക്കും, നിങ്ങൾ ആരെപ്പോലെ കാണും? ദൈവത്തെ പോലെ. ഈ സാത്താൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാവും? സാത്താൻ്റെ ഏറ്റവും വലിയ കഴിവ് കള്ളം സത്യമാക്കി അവതരിക്കും. അഡ്വർടൈസ്മെൻറ്റ് മുഴുവൻ ഇങ്ങനെയാണ്, ഇത് കഴിക്കൂ, ഇങ്ങനെയാകൂ. അങ്ങനെ ആകുമെന്നല്ല, കിഡ്നി അടിച്ചു പോവും. ഒരു അഡ്വർടൈസ്മെൻ്റ് കണ്ടേ, വെളുക്കാൻ തേച്ചത് അവസാനം എന്താകും? വേണ്ടാവും. എല്ലാവരും അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു കൾച്ചർ ഞാൻ ചോദിച്ചാൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ നമ്മളെ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഒരിക്കലും ഒരു സാധനം എന്ത് ചെയ്യരുത്, മേടിക്കരുത്. അതാണ് ഇന്ന് മനുഷ്യർക്ക് അങ്ങനെയാണ് മേടിക്കുക. നമ്മൾ പണ്ട് കടയിൽ പോകുമ്പോൾ ഇതെല്ലാം ആവശ്യമില്ലാത്തൊരു ട്രെൻഡാണ്. കടയിൽ പോകുന്ന
നിങ്ങൾ കടയിൽ പോകുന്ന, നിങ്ങൾ ആരെങ്കിലും കടയിൽ പോകുന്ന മക്കളുണ്ടോ എന്ന് കൈവയ്ക്കുക സാധനം മേടിക്കാൻ? മക്കൾ ഈ മോളൊക്കെ കടയിൽ സാധനം മേടിക്കാൻ പോകും പലർക്ക്. അങ്ങനെ പോകുന്ന മക്കളുണ്ടോ? കൈവയ്ക്കുക. എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത്? നേരത്തെ എങ്ങനെയാണ് മേടിക്കാൻ പോകുന്നത് അറിയാം. ഒരു ലിസ്റ്റ് ഇരുത്. 100 പഞ്ചസാര, 250 പഞ്ചസാര എന്ന് കുറവാണ്. കാപ്പിപ്പൊടി 100, 5 കിലോ അരി, 1/2 കിലോ വെളിച്ചെണ്ണ, വേണ്ടതെല്ലാം ലിസ്റ്റുമായിട്ട് പോയിട്ട് നമ്മൾ ആ ലിസ്റ്റ് കൊടുത്തിട്ട് ആ ലിസ്റ്റിൽ എന്ത് മേടിച്ചു? സാധനം മേടിച്ചു. ഇന്ന് പോകുന്നത് എങ്ങനെയാണ്? മാളിലോട്ട് പോകുന്നു, ഒരു വണ്ടി എടുക്കുന്നു, ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു buy 2 get 1 ഫ്രീ. ഇതും യൂസഫ് അലി ബൈബിൾ വായിച്ചായിരിക്കും. എന്നാ കാര്യം ചോദിച്ചാൽ 2 കാശിന് 5 കുരുകില. അപ്പോൾ 1 കാശിന് എത്ര കുരുകില? 2. 2 എണ്ണം എടുത്താൽ buy 2 get 1 ഫ്രീ. 2 കാശിനെടുത്താൽ 4, 1 എണ്ണം ഫ്രീ. ബൈബിൾ വായിച്ചിട്ട് കൊടുത്തായിരിക്കും. buy 2 get 1 ഫ്രീ. ഫ്രീ ഉള്ളതല്ല, ഓഫർ ഇങ്ങനെ എടുത്തിട്ട്. ഓഫർ പലതും നമുക്ക് വേണോ? വേണ്ട. ചെരുപ്പിന് ഓഫറുണ്ട്, പേസ്റ്റിന് ഓഫറുണ്ട്, അരിക്ക് ഓഫറുണ്ടോ? നിറപറയ അരി എടുക്കൂ, ഒരരി കൂടെ കൊണ്ടുപോകും, പറയൂ. തിന്നുന്ന സാധനത്തിനൊന്നും ഓഫറില്ല. പേസ്റ്റ് ഈ ഓഫറെല്ലാം കൂടെ എടുത്തിട്ട് 5 തലമുറയ്ക്ക് തേക്കാനുള്ള പേസ്റ്റ് ഇരിപ്പുണ്ട്. ചുമ്മാ ഓഫറുള്ളതെല്ലാം പേസ്റ്റ് തിന്നാൻ നോക്കൂ. പുതിയൊരു കണ്ടുപിടുത്തം ഞാൻ കണ്ടു. പേസ്റ്റ് ഇട്ട് കൂടുതലിരിക്കുന്ന പേസ്റ്റ് എടുത്തിട്ട് വണ്ടി കഴുകുന്നു. ഗ്ലാസ് കഴുകാൻ ഏറ്റവും നല്ല സാധനമാണ്. ചുമ്മാ ഇച്ചിരി തേച്ചിട്ട് വെച്ചാൽ ഗ്ലാസ് ക്ലിയറാണ്. അപ്പം കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുക. അതുകൊണ്ട് എന്തോ പറ്റുമെന്നറിയാമോ? വെള്ളപ്പൊക്കം പ്രശ്നമായത് അതുകൊണ്ടാണ്. നേരത്തെ വെള്ളപ്പൊക്കം ഉണ്ട്, പ്രശ്നമൊന്നുമില്ലായിരുന്നു. വെള്ളപ്പൊക്കം വരുമ്പോൾ അച്ചാൻ്റെ തലയിലോട്ട്, പിള്ളേരുടെ എല്ലാം തലയിൽ ഓരോ കൊട്ട സാധനം കൊടുക്കും. ഏറ്റവും ഒടിയിൽ അച്ചാനും അമ്മാമ്മയും കൂടെ ഇറങ്ങി വരും. മെത്ത 2-3 എണ്ണം കാണാം, അത് ചുരുട്ടി തട്ടമ്പുറത്ത് വെക്കും. ബാക്കി തടിക്കറ്റിലെല്ലാം കെട്ടിയിടും. ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പം വെള്ളം ഇറങ്ങും, ഒന്ന് കഴുകും, കയറി കിടക്കും. വെള്ളപ്പൊക്കം പ്രശ്നമായോ? ഇല്ല. വെള്ളപ്പൊക്കം പ്രശ്നമായത് എന്ത് കൂടിയത് കൊണ്ടാണ്? ഇതുപോലെ buy 2 get 1 ഫ്രീയാ. സാധനങ്ങൾ കൂടിയപ്പോൾ വെള്ളപ്പൊക്കം പ്രശ്നമായി അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടായിരുന്നു. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിൽ സാധനം മേടിച്ചാൽ ഒരു ലൈഫ് ലോങ് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അപ്പൻ്റെ കട്ടിൽ വീട്ടിലുള്ളവരൊന്ന് കൈപൊക്കിക്ക്. അപ്പൻ്റെ കട്ടിലോ മേശയോ വീട്ടിലുള്ളവർ. എൻ്റെ വീട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ അപ്പൻ്റെ 4 തലമുറയ്ക്ക് മുമ്പുള്ള മേശ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ട് ഇല്ലേ? 3 തലമുറ കൈമാറും. പക്ഷെ ഇന്നും സോഫായും എല്ലാം. അപ്പോഴാണ് ജപ്പാൻ വന്ന് പറഞ്ഞു, നിങ്ങൾ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട, 10 വർഷം ഉപയോഗിച്ചാൽ മതി. മെയ്ഡ് ഇൻ ജപ്പാൻ. അപ്പം 10 വർഷം. അപ്പോഴാണ് ചൈന വന്നത്. എന്തിന് 10 വർഷം? മേടിക്കൂ, യൂസ് ആൻഡ് ത്രോ. ചൈന എന്ന് പറഞ്ഞാൽ സമം ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? യൂസ് ആൻഡ് ത്രോ. ചൈന മൊബൈൽ മേടിച്ചു, കുറച്ച് കഴിയുമ്പം പോവും. എല്ലാം ചൈന വിലക്കുറവായിരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്കും അറിയാവുന്ന കാര്യം. പക്ഷേ ഇപ്പം വലിയൊരു പ്രശ്നം വന്നു. എവിടെ ഡംപ് ചെയ്യും? ഭൂമിക്ക് സഹിക്കാൻ വയ്യ. വേസ്റ്റ് എല്ലാം കൂടെ എവിടെ കൊണ്ടേ ഇടുന്നത്. പക്ഷേ ഇങ്ങനെ പോയില്ലെങ്കിൽ മാർക്കറ്റ് സജീവമാകണ്ടേ? അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഓർത്തോണം, കാണാൻ നല്ലത് നോക്കി മനുഷ്യൻ മേടിക്കാൻ തുടങ്ങി. ഇതെപ്പോഴും ഉണ്ട്. ഇപ്പോൾ കാണാൻ നല്ലതും തിന്നാൻ രുചിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യത. കാഴ്ചയ്ക്ക് ആദ്യം തോന്നിയത് കാണാൻ നല്ലതും തിന്നാൻ രുചിയുള്ളതും. കണ്ടു, മോഹിച്ചു, എടുത്തു, പറിച്ചു, കഴിച്ചു, തിന്നു, ഭർത്താവിനും കൊടുത്തു. പക്ഷെ അന്നേരം വെയിലാറിയപ്പോൾ ആര് വന്നു? ദൈവം വന്നു. വെയിലാറിയപ്പോൾ ആര് വന്നു? ദൈവം വന്നു. വളരെ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതം. ഈ സന്ധ്യ ആകുമ്പോൾ ആര് വന്നു? ദൈവം വന്നു. അപ്പോൾ എന്നും സന്ധ്യയ്ക്ക്, ഈ പാപത്തിന് മുമ്പ് ആര് വരുമായിരുന്നു? ദൈവം വരും. സന്ധ്യ എന്ന് പറയുന്നത് എന്താ? പകൽ തീർന്നു, രാത്രി വരും. ഈ മനുഷ്യജീവിതത്തിന് സന്ധ്യകളുണ്ട്. എല്ലാ മനുഷ്യജീവിതത്തിലും സന്ധ്യ ഉണ്ടാകും. എവരിബഡി ഹാസ് ടു ഗോ ത്രൂ ദാറ്റ്. എവരി ഫാമിലി ഹാസ് ടു. സന്ധികളെ ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കും? പ്രതിസന്ധികളുടെ സന്ധികളുണ്ട്. കുഞ്ഞ് പഠിക്കാൻ പോയി, എന്തൊരു സ്വപ്ന. നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ചിന്തയുണ്ടായിരുന്നു. അവൾ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടുമ്പോൾ അടുത്തതിനെ എന്ത് ചെയ്യും? പഠിപ്പിക്കും. കണക്കൂട്ടിയാ വിട്ടെ. പക്ഷേ അവൾ പഠിച്ചിട്ട് കല്യാണം ആലോചിച്ചപ്പോൾ അവളിപ്പം കെട്ടുന്നില്ല. ചോദിച്ചു വന്നപ്പം അവൾക്കൊരു പ്രേമം. ആരോടാ?
ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരാളോട്. അപ്പോൾ അമ്മ ഒരു കാര്യം എടുത്തു, നിനക്ക് അവനെ കെട്ടണോടി, അതിനാണോടി നിന്നെ പഠിപ്പിച്ചത്, അതിനാണോടി നിന്നെ പഠിപ്പിച്ചത്. അവിടെ ഇങ്ങനെ നിൽക്കുക, മിണ്ടത്തില്ല. എൻ്റെ അമ്മ ഉൾപ്പെടെ ഈ ഞങ്ങളുടെ റാന്നിക്കാരെ അമ്മമാരെ എങ്ങനെ ജയിച്ചെന്നറിയാമോ? അവരുടെ ഒരു വജ്രായുധം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അയാതെ വരുമ്പോൾ തൃശ്ശൂർക്കാരുടെ അമ്മമാരെ എനിക്കറിയത്തില്ല, റാന്നിക്കാരുടെ അമ്മമാരുടെ ഞങ്ങളുടെ ജീവിച്ച റാന്നിക്കാരുടെ റാന്നിക്കാരിലെ അമ്മമാർ എങ്ങനെ പിള്ളേരെ ഒതുക്കുകയും ചോദിച്ചാൽ, വേണോടി 10 മാസം നിന്നെ ഞാൻ നടന്ന് നൊന്ത് പറ്റല്ലേ, നന്ദി ഉണ്ടോടി എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ എടുപ്പിച്ച് ഞാൻ എന്തിനാ നന്ദി പറയുന്നത്, ഇങ്ങോട്ടല്ല നന്ദി വേണ്ട. എന്നാ 10 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അമ്മ ചത്തുപോത്തില്ലായിരുന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിന് എന്നോട് എന്തോ പറയണം, ഞാൻ വിലങ്ങനെ കിടന്ന അമ്മ എന്തോ ചെയ്തേനെ, ശ്വാസം മുട്ടി ചത്തുപോത്തില്ലായിരുന്നു. മര്യാദയ്ക്ക് ഞാൻ കുത്തി തലകീഴായി ഇറങ്ങി വന്നോണ്ടാണ്. അതുകൊണ്ട് എന്നോട് എന്നും എന്ത് വേണം, നന്ദി വേണം. അത് വീട്ടിലെ അമ്മയുടെ അടുത്തൊരു ആയുധമുണ്ട്, നീ പോമോടി, എനിക്ക് കെട്ടോടി, എനിക്ക് കെട്ടോടി. ആ ഒരു 5-6 ഇടിക്ക് ഒരുമാതിരിപ്പെട്ടതൊക്കെ അങ്ങ് അയ്യമായിരുന്നു. ഇനി ഇടിക്കണ്ട, ഞാൻ കെട്ടുന്നില്ല. ആണോ? ലോകത്തൊന്നും അല്ലേ, അയ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ തന്നെ ഇടിച്ചാൽ അത് നിങ്ങളുടെ നെഞ്ച് പോകുന്നുള്ളൂ. അപ്പോഴാണ് അപ്പുറത്താരാണ്ട് പാടുന്നു, റെക്കോർഡ് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്. നെഞ്ചൊന്നും മാംസമല്ല, എന്താ കല. ഇടിച്ചാൽ അയ്യോ ഇല്ല. അപ്പോൾ അപ്പൻ്റെ വജ്രായുധം എടുത്തു. അപ്പനൊരു വാക്കത്തിയുമായിട്ടൊരു വരവുണ്ട്, കൊന്തേരുണ്ട്. ഇല്ലേലില്ല, അവൾ പറയും വെട്ടിക്കൂ, നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ. അപ്പോൾ ഉപദേശിയെ വിളിച്ചു, പക്ഷേ ഒരലിവും ഇല്ല, കൂടോത്രം കൈവേഷം. പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കണം. ഞാൻ വെള്ളം കൊടുത്തപ്പം പറയാ, എൻ്റെ പൊന്നു ഭാഷ, ഇതിനു മുമ്പ് ഒരു കുട്ടകം വെള്ളം കുടിപ്പിച്ചു, ഇത് പോത്തില്ല. പ്രേമം പാതാളം പോലെ കടുപ്പമുള്ള ഒരു കുട്ടവും വെള്ളം കുടിപ്പിച്ച് ഇത് പോത്തില്ലത്. ഞാനെന്താ ചെയ്യാൻ? എന്തായി? സന്ധ്യയായി. പക്ഷേ ഈ കേസൊക്കെ പൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേണ്ടെന്ന് തന്നെ പറയുന്നത്, പ്രാർത്ഥിച്ചാൽ മതി. വീട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പേപ്പറില്ല, പോട്ടെ, സാരമില്ല. പക്ഷേ മെത്തക്കടിയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയാലോ? സന്ധ്യയായി. എല്ലാം ലോണേലാ, അച്ഛന് ഗൾഫിൽ ജോലിയാ. പക്ഷേ കമ്പനി പൂട്ടി, 6 മാസമായിട്ട് ശമ്പളം ഇല്ല. എന്തായി? സന്ധ്യയായി. അതിൻ്റെ കൂടെ അമ്മയുടെ ദേഹത്തൊരു തടിപ്പ്, ബയോപ്സി. സന്ധ്യയായോ? സന്ധ്യയായി. ഈ സന്ധ്യയ്ക്കാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. പക്ഷെ എപ്പോഴും ഓർക്കണം, ഈ സന്ധ്യയ്ക്ക് ആര് നടന്നു വരും? യേശു വരും. 30-ാം സങ്കീർത്തനം കൂട്ടി വായിച്ചേ. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിൽ ആനന്ദഘോഷം വരും. ഇരുട്ടും സന്ധ്യയുമായിട്ടും ഇതെല്ലാമായിട്ട് ബന്ധ മനുഷ്യജീവിതത്തിൽ ഈ സന്ധ്യ ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കേണ്ടത്. കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉള്ളത് അതുകൊണ്ടാണ്. കഴിവതും പ്രാർത്ഥിക്കണം. അല്ലെ നമ്മുടേതായ കൺവീനിയൻ്റായിട്ട് ടൈം കണ്ടെത്തിയിരിക്കണം. സന്ധ്യകൾ മനുഷ്യനെ തകർക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സന്ധ്യയ്ക്ക് ഇങ്ങനെ എത്ര പ്രതിസന്ധിയാണെങ്കിലും, ഞാൻ ജീവിതത്തിൻ്റെ ഒത്തിരി സന്ധികളിൽ കൂടെ പോയിട്ടുണ്ട്. ഒത്തിരി സന്ധിക്ക് പോയിട്ടുണ്ട്, സന്ധികൾ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കടന്നുപോയ സന്ധികൾ ചെറുതല്ല. പക്ഷേ എല്ലാ സന്ധിക്കും നടന്നു വരുന്നൊരു കാലച്ച കേൾക്കാം. അതെൻ്റെ കർത്താവിൻ്റെ കാലച്ചയാണ്. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആമേൻ. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും,
പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും. പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. എല്ലാ സന്ധ്യയ്ക്കും ആര് വരും? ദൈവം വരും. നമ്മുടെ സന്ധികളിലാണ് വെയിലാറുക. എന്ത് ഈവനിങ് ദൈവം ഇങ്ങനെ നടന്നെടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാനമായ ജീവിതത്തിൻ്റെ സന്ധികൾ ഓരോ മനുഷ്യരുടെയും ഉണ്ടാകാം. പക്ഷേ ആ സന്ധികളിൽ ആര് വരും? ദൈവം വരും. ദൈവം വരും. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് പറയുന്നൊരു വാക്ക്, ആദാമും ഹവ്വയും ഇവിടെ ഉള്ളായിരുന്നു. അവിടെ സന്ധിക്ക് ആര് വരും? ദൈവം വരും. മുപ്പിരിച്ചരട് 3-fold cord cannot broken easily. മുപ്പിരിച്ചരട് ആ വാക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ബേസായിരിക്കണം. ആദാമും ഹവ്വയും എന്നും വൈകിട്ട് ആര് വരും? ദൈവം വരും. എന്നും വൈകിട്ട് ദൈവം വരും. ആ രാത്രിയിലും വന്നു. പക്ഷെ ആ രാത്രി വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടായി പറയാം. പക്ഷേ മുപ്പിരിച്ചരട് വേഗത്തിൽ എന്ത് ചെയ്യത്തില്ല, അറ്റുപോകത്തില്ല. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കുടുംബം ഡിവോഴ്സിലൊക്കെ പോകുമ്പോൾ ഓർത്തോണം, കുടുംബം ഒരു ചരടാണെങ്കിൽ പൊട്ടിപ്പോകാം, രണ്ട് പണയാണെങ്കിൽ എന്ത് ചെയ്യാം, പൊട്ടിപ്പോകാം. കുടുംബ സംവിധാനങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. നമ്മളൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലാണ് താമസിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല വീടുകളിലൊക്കെ നോക്കിയ 5, 8, 10 എന്തുണ്ട്, മുറിയുണ്ട് അല്ലേ? 8, 10 മുറി, ഒത്തിരി പേര് ഒന്നിച്ച് താമസിക്കുക, ജോയിൻറ്റ് ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ എക്സ്റ്റൻഡഡ് ഫാമിലിയായി. എന്താ വട്ടി മെൻ ബൈ എക്സ്റ്റൻഡഡ് ഫാമിലി? പിള്ളേരാരെങ്കിലും ഒന്ന് പറഞ്ഞു, എക്സ്റ്റൻഡഡ് ഫാമിലി എന്താ? 3 തലമുറ, അപ്പച്ചനെ, അമ്മച്ചി, മോനെ, ഭാര്യ, മോൻ്റെ പിള്ളേർ, ഒരു 3 തലമുറ ഒന്നിച്ച് താമസിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? എക്സ്റ്റൻഡഡ് ഫാമിലി. അത് കഴിഞ്ഞപ്പോൾ എന്തോ വന്നു പറഞ്ഞു? ശരിയാ, അതിൻ്റെ മലയാളം എന്താ? അണുകുടുംബം. അതാരൊക്കെയാ? ഭാര്യയും ഭർത്താവും 2 പിള്ളേർ, ഒന്നല്ലെങ്കിൽ. അപ്പം അതിനെപ്പറ്റി രസകരമായൊരു ഡെഫിനിഷൻ കേട്ടിട്ടുണ്ട് അണുകുടുംബത്തെപ്പറ്റി. ഒരു ഡാഡി, ഒരു മമ്മി, ഒരു കുട്ടി, ഒരു പട്ടി, ഒരു വണ്ടി, ഒരു വീട്. ശരിയല്ലേ? ഒരു ഡാഡി, ഒരു മമ്മി, ഒരു വണ്ടി, ഒരു വീട്, ഒരു കുട്ടി, പിന്നെ എന്തോ കാണും, ഒരു പട്ടി. ഇത്രയും ഉണ്ടെങ്കിൽ എന്തായി? ന്യൂക്ലിയർ ഫാമിലി. പിന്നെ മുമ്പോട്ട് പോയി. ഇപ്പം ഒത്തിരി ഫാമിലികൾ, വേറെ ഫാമിലി ഇങ്ങനെ നോക്കുക. പേരൻലെസ് ഫാമിലീസ് ഉണ്ട്, അപ്പനും അമ്മയും മരിച്ചു പോയവർ. പിന്നെ ചൈൽഡ്ലെസ് ഫാമിലീസ് ഉണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. ഇതൊക്കെ ഇപ്പം ജനറേഷന് കൂടുകയാണ്, മക്കളില്ലാത്ത ഒത്തിരി കുടുംബങ്ങൾ. പിന്നെ വേറൊരു ഫാമിലി ഉണ്ട്, സിംഗിൾ പേരൻ്റായിട്ടുള്ളവർ, ഡിവോഴ്സ്ഡ് ഫാമിലീസ് ഒത്തിരി കൂടുകയാണ്. ഒന്നിൽ അപ്പനും പിള്ളേരും, അല്ലെങ്കിൽ അമ്മയും മക്കളും, സിംഗിൾ പേരൻ്റ്. ഇനി വേറൊരു പ്രശ്നമാണ്, ഇപ്പം വന്നിട്ട് സെയിം സെക്സ് മാരേജായി. ഒരേ ലിംഗത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ചിരിക്കും, സെയിം സെക്സ് മാരേജായി, ലിവിങ് ടുഗദറായി. ഇതെല്ലാം നടക്കുമ്പോഴും കുടുംബം എന്താണെന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ കുടുംബം, ഇതുകൊണ്ടാണ് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുള്ളത്. കുടുംബം 2 പിണയല്ല, പിന്നെന്താ? 3 പിണയാണ്. ഭാര്യയും ഭർത്താവും, ആരും കൂടാ? ദൈവം കൂടാ. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചൊക്കെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങണം. അതിനാണ് 3 വട്ടം സഭ കൂടി ഉറപ്പിക്കുന്നത്. ഇന്നടത്ത് ഇന്നാരുടെയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തുമെന്ന് ഞങ്ങൾ ഇന്ന ദിവസം ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്ന് സഭാപ്രതികൾ ഒപ്പിട്ട്, ദൈവദാസന്മാർ ഒപ്പിട്ട്, അപ്പനും അമ്മയും ഒപ്പിട്ട്, ചെറുക്കനും പെണ്ണും ഒപ്പിട്ട്, എന്നിട്ട് സാക്ഷികൾ ഒപ്പിട്ടിട്ട് 2 കാരണന്മാരെ മുമ്പിലോട്ട് വന്നിട്ട് കുറി കൊടുക്കട്ടെ, കുറി വാങ്ങട്ടെ, എന്നിട്ട് അവർ തമ്മിൽ എന്തോ പിടിക്കും? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അതുകൊണ്ട് ഉറപ്പിച്ചിട്ട് ഒത്തിരി നീട്ടിയിടരുത്. നമുക്കൊന്നും വിലയില്ല പോവും. ഉറപ്പിച്ചിട്ട് നീട്ടിയിട്ട ഇവർ 2 ദിവസം കഴിയുമ്പം പിണങ്ങും. ഇതൊക്കെ വലിയ സങ്കടം. അപ്പം നമ്മുടെ ഉപ്പിന് ഒരു വിലയില്ലേ? നമ്മളൊക്കെ നീട്ടിപ്പിടിച്ചാൽ ഉപ്പിടുന്നേ. നമ്മുടെ ഉപ്പിന് ഒരു വിലയില്ലേ? ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചാൽ അതിനൊരു വിലയുള്ള ഉപ്പ. ചുമ്മാ ഒപ്പിടുവന്നോ?
ഏറ്റവും കൂടുതൽ ഉപദേശം ഒപ്പിടുന്നത് ചെറുക്കനും പെണ്ണും സാക്ഷിയും എല്ലാം ഒപ്പിട്ടിട്ടാണ് നമ്മൾ ഒപ്പിടത്തുള്ളൂ. നമ്മുടെ ഒപ്പിനൊരു വിലയില്ല. എന്താ അർത്ഥം? ഉവ്വെന്നും ഇല്ല എന്നും വളരെ ചിന്തിച്ച് കാണാൻ ചെയ്യണം. പക്ഷെ എന്താണെന്നറിയാമോ? 3-4 കോഡാ. 3 പിണയാ: ഭാര്യ, ഭർത്താവ്, ദൈവം. ഹല്ലേലൂയ. ഇത് എന്നെ മനസ്സിലാക്കി തന്നൊരു കാര്യമുണ്ട്. എൻ്റെ സാക്ഷ്യങ്ങൾ പലരും കേട്ട് കാണാം, ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട്. പെങ്ങൾ മരിച്ചുപോയി. പെങ്ങൾ ഒരു 18 കഴിഞ്ഞ് 19 വയസ്സ് 18 കഴിഞ്ഞിട്ട് 19 ആകുന്നതിന് മുമ്പ് കല്യാണം നടന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളുണ്ടായി. ആദ്യം ഒരു മോള്, രണ്ടാമതൊരു മോള്. അപ്പോൾ ഒരു 22-23 വയസ്സായപ്പോഴത്തേന് 2 പിള്ളേരായി. മൂത്ത മോൾക്കൊരു 3-4 വയസ്സ്, ഇളയ മോൾക്ക് 3 മാസം. ആ സമയത്താണ് ഇവിടെ BP കുറയാതെ ഞങ്ങളിങ്ങനെ, ഞാനും അവളും കൂടെ പോകുന്നേ. ഒടുവിലെ ഡോക്ടറെ കണ്ടപ്പം, നെഫ്രോളജിയെ കണ്ടപ്പോൾ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു അവിടെ കിഡ്നി ഫെയിലായി. അപ്പോൾ തന്നെ ഒരു 40% ഉള്ളൂ. ട്രിപ്പ് ചെയ്യാൻ തുടങ്ങി, ആൽബുമിൻ കൂടി നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം ഒരു 6 വർഷത്തേക്ക് വരെ ഓടാം. ഇതിനിടയ്ക്ക് ഷുഗറും പ്രഷറും കണ്ടുകൊണ്ടാണെങ്കിൽ ദാറ്റ് വിൽ മൂവ് ബിറ്റ് ഫോർവേഡ്. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റൊക്കെ റെഡിയാക്കണം. അപ്പം ഇവിടെ പെട്ടെന്ന് ക്ഷീണിച്ചു. കുഞ്ഞുങ്ങളല്ലേ, പെൺകുഞ്ഞുങ്ങളാണ്. അപ്പം പെൺകുഞ്ഞുങ്ങൾക്കാണ് അമ്മയെ വേണ്ടത് അല്ലേ, ആൺകുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതൽ. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളൊന്നും കുളിക്കണം, തന്നെ ഡ്രസ്സ് മാറണം, അതുവരെ ഇവർക്ക് ആയുസ് കൊടുക്കണം. അതിനൊക്കെയുള്ള ധൈര്യം ഉണ്ടായുള്ളൂ. ഒരു ദിവസം കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ, അവൾ 5-ലോ 6-ലോ, ഇവർക്ക് BP കൂടി. ഇവളെയും കൊണ്ട് ഞാൻ അമൃതയിൽ കൊണ്ടുപോവുക. അമൃതയിൽ കൊണ്ടുപോകാൻ വേണ്ടി വെളുപ്പിനെ പോകണം. വെളുപ്പിന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയാൽ എൻ്റെ പെങ്ങൾ അവിടെ വെച്ച് ആ റെസ്റ്റ് റൂമിൽ വെച്ച് മയങ്ങിപ്പോയി. അവൾ ആ ക്ലോസറ്റേ ഇരുന്ന് മയങ്ങിപ്പോയി. അവൾക്ക് എഴുന്നേക്കാൻ വയ്യ, വിളിക്കാൻ വയ്യ, അവിടെ ദൃഷ്ടി മറഞ്ഞു. അവൾക്ക് മനസ്സിലായി അവൾ മരിച്ചു. അവിടെ ഓർമ്മ പോയി, പ്രജ്ഞയറ്റു. പക്ഷേ ഒരു അത്ഭുതം ഉണ്ടായി. ആ ഇടുങ്ങിയ റെസ്റ്റ് റൂമിനകത്ത്, ടോയ്ലറ്റിനകത്ത് ആരോ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തട്ടി ഉണർത്തി. അവൾ നോക്കുമ്പോൾ കണ്ണു തുറന്ന്, വെളിപ്പാടല്ല, ലിറ്ററലി കാണുക, കണ്ണു തുറന്നിരുന്ന് കാണുക. ആ കൈവിരൽ ആ ഇടുങ്ങിയ ബാത്റൂമിൽ വെള്ളി അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിടുന്നു: മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. പിന്നെ വർഷങ്ങൾ ജീവിച്ചിരുന്നു. മരിച്ചു. പക്ഷെ മൂത്ത മോള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം. അപ്പം ഞങ്ങളോട് കത്താവേ 10ൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടിട്ട് എടുക്കാവേ. അവൾ 10 പാസ്സായി, +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, PG പാസ്സായി, MBA എടുത്തു. ദൈവമേ, കല്യാണം ഞാൻ റാന്നി വെച്ച് കല്യാണം നടത്തി. അതിന് കാരണമുണ്ട്. എല്ലാവരെയും വിളിക്കട്ടെ, എല്ലാവരും കണ്ടു. ഇവൾ മരിക്കാറായിരിക്കുക ആയതുകൊണ്ട് എല്ലാവരും വന്നപ്പോൾ 1-2 പേരൊന്നുമല്ല, 3500 പേര് വന്നു. എനിക്കും പ്രതീക്ഷയില്ല, സ്നേഹം കൊണ്ട് വന്ന. പക്ഷെ എല്ലാവർക്കും ഫുഡൊക്കെ തികഞ്ഞ്, അത് വേറെ കാര്യം. അപ്പം ഞങ്ങളോർത്ത് ഇനി അങ്ങ് ചത്തുപോകല്ലേ. പക്ഷെ അവൾ ചത്തില്ല. അവൾ ചത്തില്ല. അവിടെ കൊച്ചിനെ കണ്ടു. ഇളയ കുഞ്ഞിൻ്റെ കല്യാണം ഉറച്ചിട്ട് അവൾ മരിക്കുന്നത്. ദീർഘവർഷങ്ങൾ പിടിച്ചു നിർത്തിയ ഒറ്റ വാക്കിയ: മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകത്തില്ല. മറക്കരുത്, കുടുംബങ്ങളെല്ലാം എന്തായിരിക്കണം? മുപ്പിരിച്ചരുടെ. നമ്മുടെ ശക്തിയാണെ പൊട്ടിപ്പോവും, നമ്മുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടാണെ പൊട്ടിപ്പോവും. പക്ഷേ ഈ ബലഹീന കാര്യങ്ങളെ തമ്പുരാനുമായിട്ടേക്ക് കയറി പിണയണം. എന്നും വെയിലാറുമ്പോൾ ദൈവം ഇങ്ങനെ നടന്നു വരും. ആ നടന്നു വരുമ്പോൾ ഇവർ 3 കൂടി ഇങ്ങനെ പിടിക്കുക. നമ്മുടെ സന്ധ്യ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ കടന്നുപോയ സന്ധ്യകൾ വലുതായിരുന്നു. ഞാനും ഭാര്യയും തന്നെ കണ്ണോട് കണ്ണ് നോക്കിയിരുന്ന് നേരെ എങ്ങനെ വെളുപ്പിക്കുമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. നാളത്തെ ദിവസം എങ്ങനെ ഫേസ് ചെയ്യും പ്രശ്നങ്ങൾ. പക്ഷെ ഒന്നെനിക്കറിയാം, ഒന്നും സംഭവിച്ചില്ല. തീങ്ക വഴുകുരുന്ന പോലെ, കാറ്റിങ്ക പുക പതർന്ന പോലെ, 1000 പ്രശ്നങ്ങൾ വന്ന വഴിക്ക് പോയി മടങ്ങി വരാത്ത കാറ്റ് പോലെ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു അത്ഭുതമാണ്. പക്ഷെ ഒന്നെനിക്കറിയാം, സന്ധിയിലെല്ലാം ദൈവം. സന്ധിയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധിയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല.
രക്ഷാസ്ഥാനം. ആമേൻ. പരമരമേശ പരമരുളീശ നീയത്രേ എൻ്റെ രക്ഷാസ്ഥാനം. കര ഉയർത്തി പാടിക്കേ. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും പരപരമേശ പരമരുളീശ നീയത്രേ എൻ്റെ രക്ഷാസ്ഥാനം. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷമുഷസിങ്കലും പരപരമേശ പരമരുളീശ നീയത്രേ എൻ്റെ രക്ഷാസ്ഥാനം. നോക്കിയേ, സന്ധ്യ പല ജീവിതത്തിലും വരാം. ഞാൻ കഴിഞ്ഞ ദിവസം വലിയൊരു എ മാൻ ഓഫ് ഫെയ്ത്ത്, എ മാൻ ഓഫ് ഹോളിനെസ്, അങ്ങനെ വലിയൊരു ദേവദാസൻ്റെ അടക്കത്തിൽ പങ്കുചേർന്നു. അദ്ദേഹം ഏജ്ഡാണ്. ആ അടക്കത്തിൽ പങ്കുചേർന്നപ്പോൾ ഏറ്റവും ഒടുവിൽ തൻ്റെ മകനാണ് സന്ദേശം കൊടുത്തത്. ആ മകൻ പ്രസംഗിച്ചപ്പോൾ ഹിന്ദിയിലാണ് പ്രസംഗിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്തവർ അത് വിഴുങ്ങി. അദ്ദേഹം പറഞ്ഞു 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അപ്പം ഭയങ്കര ഭക്തനാണ്. 12ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, പിന്നെ സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. പക്ഷെ കോളേജിൽ പോയിട്ട് അദ്ദേഹം സാക്ഷ്യം പറയുന്നു, ഞാൻ കഞ്ചാവിന് അടിമയായി, ഞാൻ മദ്യത്തിന് അടിമയായി. ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പല തെറ്റായ വഴികളിലൂടെയും ഞാൻ പോയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് നാണക്കേടില്ലേ പാർഷക്ക് എന്താ പ്രശ്നം? എൻ്റെ സാക്ഷിയെ ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രശ്നമില്ല. പിന്നെ പാർഷക്ക് ഫുൾ അനിയനും പറഞ്ഞു, അച്ചാച്ചൻ പറയുന്ന പോലെ അങ്ങ് പറ പാർഷേ. അതാ എൻ്റെ സത്യം. ഞങ്ങളുടെ അച്ഛൻ മരിച്ചു കിടക്കുകയല്ലേ, കുടിച്ചിട്ട് രാത്രി വീട്ടിൽ വരും. ഈ മനുഷ്യനെ പോലെ ഭക്തനില്ല. പക്ഷേ ആ മോൻ സാക്ഷ്യം പറയാ, കഥ ഇങ്ങനെ തുടങ്ങുമ്പോൾ മോൻ കുടിച്ചതാ. നീ കഴിച്ചോ മോനെ? ചൂട നേരത്തെ വരത്തില്ലായിരുന്നു, പോയി കഴിച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നിട്ട് എനിക്ക് ബീഡി പിടിക്കാൻ കാശ്. ഉപദേശിയായ അച്ഛൻ കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നില്ലേ നീ മോഷ്ടിക്കും, എനിക്കറിയാം, അല്ല വേറൊരാളൊന്നും മോഷ്ടിക്കും. പക്ഷേ ഇത് സ്തോത്ര കാഴ്ച പൈസയാണ്, കൊണ്ടുവെക്കും. അപ്പൻ അവിടെ നിന്ന് തന്നെ വലിക്കും. ഈ വലിയ മനുഷ്യൻ ആ സമയത്ത് മാറി നടക്കും. പക്ഷെ ആ മോൻ പറയുന്നു, ഒരു വർഷത്തിൽ എത്ര 40 ഇരുന്ന് എനിക്കറിയത്തില്ല, അപ്പൻ എന്നും 40 ഉപവാസം. ഇന്ന് ആ മോൻ ശക്തനായി സുവിശേഷകനാണ്. ഒറ്റവട്ടം വഴക്ക് പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടില്ല, കഥ പറഞ്ഞിട്ട് തൊഴിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടായിരിക്കും മനുഷ്യൻ തൊഴിക്കാൻ? അദ്ദേഹത്തിൻ്റെ ക്ഷമയായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറഞ്ഞു, അത് ക്ഷമയല്ല, മാനുഷികമായ ക്ഷമയല്ലത്. ആ മനുഷ്യന് ദൈവത്തോളൊരു ബോധ്യമാണ്. ആ മനുഷ്യന് ദൈവത്തോളൊരു ബോധ്യമാണ്, ഇതെൻ്റെ സന്ധ്യ. പക്ഷെ ഇത് മാറും, ഇവ മാറും. തീപ്പൊരി പോലെ നിന്ന് ആ മകൻ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അപ്പനിങ്ങനെ കിടക്കല്ലേ. ആ സന്ധ്യ കടന്ന് എങ്ങനെയാ? ദൈവാശ്രയം കൊണ്ട് ഈ സന്ധ്യ മാറും. അന്ന് ആ മനുഷ്യൻ പറയുന്നു, എൻ്റെ അപ്പൻ എത്ര 40 ഇരുന്നു എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നറിയായിരുന്നു, എന്നും അപ്പൻ എന്തായിരുന്നു? ഉപവാസമായിരുന്നു. വാക്കിനപ്പുറം ഈ സന്ധ്യകളിൽ ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ എല്ലാ സന്ധ്യകളെയും പ്രകാശിപ്പിക്കുന്ന ദൈവം വരും. വെയിലാറുമ്പം ദൈവം വരും. 3-fold cord cannot broken easily. 3-fold cord cannot broken easily. വെയിലാറിയപ്പം ദൈവം തോട്ടം നടക്കുന്ന ഒച്ച കേട്ടു. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. കർത്താവ് ഒരു യാഥാർത്ഥ്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ? പൊട്ടിപ്പോകാത്ത, ഇഴപൊട്ടാത്ത ഒരു ബന്ധം ദൈവമായിട്ടുണ്ടോ? ഏതോ സന്ധ്യയിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? ബന്ധങ്ങൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? പക്ഷെ അന്നവിടെ ഒരു ബന്ധത്തിന് ഇടർച്ച ഉണ്ടായതുകൊണ്ട് ആ ദൈവം വന്നപ്പോൾ അവർ പാത്തിരുന്നേ. എന്നിട്ടും ദൈവം തേടിപ്പോയി, ആദം വേറെ അറിയൂ, നീ എവിടെയാ? ഇന്നും ദൈവം ചോദിച്ചുകൊണ്ട് വരിക,
നീ എവിടാ? അതിന് വേറെ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. നീ എവിടാന്ന് ചോദിക്കുമ്പം നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു. അതൊരു ഓർത്തോണം. മദ്യപിച്ച് ആടി ബാറിൽ നിന്ന് കഥ കടയ്ക്കാൻ നേരത്ത് ആ മനുഷ്യനെ അവർ പിടിച്ച് തള്ളി പുറത്തിറക്കി വിട്ടു. ഗേറ്റിൻ്റെ പുറത്ത് അവർ വിട്ടിട്ട് ആ വാതിൽക്കൽ കിടക്കുക. ആ മനുഷ്യനോട് ദൈവം ചോദിക്കുക എന്ന് വെച്ചു, നീ എവിടാ? അതിന് മറ്റൊരർത്ഥം കൊണ്ടുണ്ട്. കുഞ്ഞെ, നീ ഇപ്പോൾ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? ഇപ്പം രാത്രി 11 മണിയായി. പണിയും കഴിഞ്ഞ് സന്ധ്യയ്ക്ക് രാവിലെ കൊടുത്തു വിട്ട ലിസ്റ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് ഭാര്യ വെച്ച് തന്ന കഞ്ഞിയും കുടിച്ച് പിള്ളേരെ എല്ലാം പ്രാർത്ഥിച്ച് അവരെല്ലാം കിടന്ന് കുഞ്ഞുങ്ങൾ കിടന്ന് വന്ന് കിടക്കുന്ന ഭാര്യ പറയുമ്പോൾ ആ കട്ടിലേക്ക് കിടക്കേണ്ടവനല്ലേ ഇപ്പം കിടക്കുക ഗേറ്റിൻ്റെ പുറത്ത്? നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? നീ ഇപ്പം എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? നമ്മൾ ആ ചോദ്യം ചോദിക്കണം. ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ എവിടെ ആയിരുന്നേനെ ഇപ്പോൾ? നീ എവിടെയാ? പാപം നമ്മളെ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് കൊണ്ടുപോകും. നമുക്ക് കണ്ണി നോക്കി വർത്തമാനം പറയാൻ കഴിയണം. ഇന്ന് കണ്ണി നോക്കുന്നവർ കുറവാണ്. പത്രോസ് ഇങ്ങനെ കണ്ണി നോക്കുന്നുണ്ട്. തിരിഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു. വെയിലാറുമ്പം ദൈവം വരുമ്പം എവിടാ അമ്മിക്കുക? അപ്പം തന്നെ ഏതോ സന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്നവരോട് കർത്താവ് പറയുന്നുണ്ട്, ഈ സന്ധ്യ മാറും. അത് ഏത് സന്ധ്യ ആകട്ടെ, ആ സന്ധ്യ മാറും. ഉഷസ് വരും, ഇതും കടന്നു പോവും. സങ്കീർത്തനം പറയുന്നു, മടങ്ങി വരാത്ത കാറ്റ് പോലെ, മടങ്ങി വരാത്ത കാറ്റ് പോലെ ഈ സന്ധ്യ പോവും, ഈ സന്ധ്യ പോവും.